പൗരുഷത്തിന്റെ പ്രതീകങ്ങളായ നായകരും വെടിയുണ്ടകൾ ഉതിർക്കുന്ന തോക്കുകളും ചീറിപ്പായുന്ന കാറുകളുമൊക്കെയാണ് ജോഷി എന്ന സംവിധായകന്റെ പേരിനൊപ്പം നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക. മലയാളത്തിലെ ആക്ഷൻ ചിത്രങ്ങൾക്ക് സാങ്കേതിക തികവാർന്ന പുതിയൊരു മുഖച്ഛായ നൽകി ഈ സംവിധായകൻ. പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന കഥാമുഹൂർത്തങ്ങൾക്കൊപ്പം ഇമ്പമേറിയ ഗാനങ്ങളും ആ ചിത്രങ്ങളുടെ പ്രത്യേകതയായിരുന്നു. വൈവിധ്യമാർന്ന സംഗീത സഖ്യങ്ങളെയാണ് സ്വന്തം ചിത്രങ്ങളിൽ ജോഷി പരീക്ഷിച്ചത്. ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻസ് ഇങ്ങനെ, അതായത് ശ്യാമ, സായം സന്ധ്യ, നിറക്കൂട്ട്, ഇങ്ങനെ കുറേ സിനിമകൾ വന്നുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ അതിനിടയിലാണ് ലോഹിയുടെ ഒരു സ്ക്രിപ്റ്റ് ജോഷി ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൗരവർ. കൗരവറിൻ്റെ പക്ഷേ ഞങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിട്ട് ആ പടവും മറ്റൊരു ടീം എന്നുള്ളൊരു തോന്നൽ നമുക്കില്ല. കാരണം ഞങ്ങളതിൻ്റെ എല്ലാത്തിലും ഞങ്ങളുണ്ട്. നമ്മുടെ സിനിമ പോലെ തന്നെയാണ്. കാരണം ഉള്ളി റൈറ്റർ മറ്റൊരു റൈറ്റർ വന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിലും റൈറ്റിംഗ് സെക്ഷൻ മുഴുവൻ വേറൊരു ടീമായിരുന്നു. അങ്ങനെയാണ് കൈതപ്പുറം എനിക്ക് തോന്നുന്നു ജോഷിയുടെ ചെയ്യുന്ന ആദ്യത്തെ വർക്ക് അതായിരിക്കണം കൗരവറിലെ. എനിക്ക് തോന്നുന്നു കൗരവറിലെ 3 പാട്ടും എനിക്കിത്തിരി അസൂയ ഉണ്ടാക്കുന്ന തരത്തിൽ നന്നായിട്ട് വന്നു, ഹിറ്റാവുകയും ചെയ്തു. കാരണം എൻ്റെ കുറേ ഹിറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ സിനിമ വരുന്നതും. അപ്പോൾ ആദ്യമൊക്കെ മനസ്സുകൊണ്ട് നമുക്ക് ഇത്ര അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും കുയിലാണെങ്കിലും അത് കഴിഞ്ഞാൽ കനകനിലാവേരുന്നു അന്ന് സൂപ്പർ ഹിറ്റായ ആദ്യം ഹിറ്റായ പാട്ട്. ജോഷി സാറിൻ്റെ കൗരവർ എന്നുള്ള ഫിലിം ഇറങ്ങിയ സമയത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കന്നഡയിലെ അന്നത്തെ എനിക്കൊന്ന് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്ന വിഷ്ണുവർദ്ധൻ മലയാളത്തിൽ വന്ന് അഭിനയിച്ചൊരു ഫിലിമായിരുന്നു കൗരവർ, മമ്മൂക്കയുടെ കൂടെ. നമ്മുടെ സ്റ്റേറ്റിൽ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറും വേറെ നാട്ടിൽ നിന്നൊരു സൂപ്പർ സ്റ്റാർ ഒരുമിച്ചു എന്നുള്ളൊരു പ്രത്യേകത ഈ ഫിലിമിനുണ്ട്. പിന്നെ അതിൽ നല്ല മെലഡീസ് ഉള്ള ഈ ഫിലിമിലെ ഒരു പാട്ട് കനകനിലാവേ എന്നുള്ള സോങ് SP വെങ്കടേഷ് സാറാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പം സാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ സമയത്ത് ഹീസ് നോട്ട് എ മലയാളി. അപ്പം മലയാളി അല്ലായിരുന്നിട്ടും കൂടി ഇത്ര മലയാളത്തിലുള്ള പാട്ടുകൾ നമുക്ക് തന്നു. ഒന്നല്ല, കുറേ അധികം പാട്ടുകൾ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ വൺ ഓഫ് ദ ബിസിയസ്റ്റ് കമ്പോസേഴ്സ് ആയിരുന്നിരിക്കണം ആ സമയത്ത്, 80s 90s ആ സമയത്തിൽ. എന്നിട്ടും മലയാളിത്തമുള്ള, അതായത് ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് പ്ലസ് പോയിന്റ്. കാരണം വേറൊരു നാട്ടിൽ നിന്ന് വന്നിട്ടും കൂടി മലയാളിത്തമുള്ള മെലഡീസ് തരിക എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കരമായിട്ട് SP വെങ്കടേഷ് സാറിനെ നമ്മളൊക്കെ അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യം. സോ ഇറ്റ്സ് വൺ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം പൊഴിയും മഞ്ഞിൽ വരനിഴലിളകും മുടിയിൽ വർണ്ണം ചൊരിയാ കനകനിലാവേ തുയിലുണരു കരള വസന്തം വരവായി.